ഉറങ്ങാൻ ചെന്നപ്പോൾ തന്നെ പ്രാപിക്കാൻ ഒരുങ്ങിയ ആ മനുഷ്യനെ വെറുപ്പോടെ അവൾ തള്ളി നീക്കി. ഗായത്രി അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു. രാത്രി ഏറെ വൈകിയിരുന്നു. നാളെ ഓണമാണ്. സദ്യവട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവൾ. ഉണ്ണിയപ്പവും കായ വറുത്തതും രാവിലെ അമ്മയുണ്ടാക്കി. ഇഞ്ചി അച്ചാറും കാളനും ശരിയായി. അവിടെ സദ്യയ്ക്കൊപ്പം നോൺ വെജും വയ്ക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കനും മീനും വറുക്കുവാനായി അരപ്പ് തേച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. അയില വറുത്തരച്ച് വയ്ക്കാനുള്ള തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അകത്തുനിന്ന് മോൻ്റെ കരച്ചിൽ കേട്ടു. പാല് കുടിക്കുന്ന കുഞ്ഞാണ്. അവളൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അമ്മ അവനെ ഉറക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി. ഗായത്രി തിരികെ തൻ്റെ പണികളിൽ മുഴുകി. വീട് പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് പാചകമൊക്കെ വീടിന് പുറകിൽ ഷെഡിൽ വെച്ചാണ്. കറി തിളച്ചും കൊണ്ടിരിക്കുമ്പോൾ അകത്ത് റൂമിൽ ആരോ ചീത്ത പറയും പോലെ അവൾക്ക് തോന്നി. അവൾ ഒന്ന് കാതോർത്തു. ഭർത്താവാണ്. ഉത്രാട ദിനം ആഘോഷം കഴിഞ്ഞ് വന്നിട്ട് കുറച്ചു നേരമായിട്ടേ ഉള്ളൂ. ജനൽ തുറന്ന് കിടക്കുന്നത് കൊണ്ട് ഭർത്താവിൻ്റെ നാവിൽ വികട സരസ്വതി വിളയാടുന്ന ശരിക്കും കേട്ടു. വേശ്യ എന്ന് പറഞ്ഞാൽ പോരെ, കടും വേശ്യ, പിയച്ചവൾ. ആരെ കാത്താണോ പുറത്തു നിൽക്കുന്നത്? കേട്ടപ്പോൾ തന്നെ മനസ്സിലായി തന്നെയാണ് പറയുന്നത്. ഒരു നിർവികാരതയോടെ അത് കേട്ട ശേഷം വേഗം അടുക്കളയിലെ പണികൾ ഒതുക്കി. തല വല്ലാത്ത വേദന, എന്താണെന്നറിയില്ല. പണി തീർത്ത് വീടിനകത്ത് കയറി നോക്കിയപ്പോൾ അമ്മയുടെ തോളിൽ കിടന്ന് മോൻ ഉറങ്ങിയിരുന്നു. എമർജൻസി എടുത്തും കൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു. അവിടുത്തെ ലൈറ്റ് ഇപ്പോൾ തെളിയുന്നില്ല. അവിടെ ചെന്നപ്പോൾ വട്ടകയൊക്കെ ശൂന്യമാണ്. വേഗം ബക്കറ്റുമായി പൈപ്പിൻ്റെ അടുത്തേക്ക് നടന്നു. 3 തൂക്കുവെള്ളം കൊണ്ട് വട്ടക നിറച്ചു. ഗായത്രിക്ക് കാൽപാദങ്ങളും ഉപ്പുറ്റിയും നേരി പുകയുന്നുണ്ടായിരുന്നു. കുറേ നാളുകളായി അങ്ങനെയാണ്. കാലിൻ്റെ വിരലുകളിൽ എല്ലാം അസഹ്യമായ ചൊറിച്ചിൽ. ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ചോരയും വെള്ളവും ഒലിക്കും. പിന്നെ വല്ലാത്ത നീറ്റലാണ്. കുളി കഴിഞ്ഞു വന്ന് കുഞ്ഞിനെ വാങ്ങി ബെഡിൽ കിടത്തി അമ്മ ചോറുണ്ണാൻ പോയപ്പോൾ ഗായത്രി ബോധം കെട്ടുറങ്ങുന്ന ഭർത്താവിനെ വെറുതെ നോക്കി നിന്നു. പിന്നെ ദീർഘനിശ്വാസത്തോടെ കാലുകൾ ഓയിൽമെൻറ്റ് പുരട്ടി. പൂപോലിരുന്ന കാലുകളാണ് ഇപ്പോൾ വിണ്ടുകീറി വികൃതമായി ഇരിക്കുന്നത്. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഉറങ്ങുവാനായി കിടക്കുമ്പോൾ മനസ്സ് നിറയെ ഭയമായിരുന്നു. നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഭയം. വർഷങ്ങളായി വിഷുവും ഓണവും എല്ലാം അവൾക്ക് പേടിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു. എത്തൊരു നല്ല ദിവസവും വന്നാലും അന്നൊക്കെ ജീവൻ മദ്യപിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്തു. കുഞ്ഞിൻ്റെ 28 കെട്ടും ചേച്ചിയുടെ മോളുടെ പിറന്നാളും എല്ലാം അങ്ങനെയാണ് കഴിഞ്ഞു പോയത്. വിവാഹത്തിന് മുന്നുള്ള ഓണനാളുകളും മറ്റും അവളുടെ ഓർമ്മകളിൽ ഓടിയെത്തി. എന്ത് സന്തോഷമായിരുന്നു അന്നൊക്കെ. വിവാഹം കഴിഞ്ഞതോടെ എല്ലാം കഴിഞ്ഞു. ലോക്ക്ഡൗൺ സമയത്തുള്ള ആ വിഷുനാൾ മാത്രമേ ഇവിടെ വന്നിട്ട് സമാധാനത്തോടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഉണർന്നു. അടുത്തുള്ള വീടുകളിൽ പൂവിളികൾ കേൾക്കുന്നുണ്ട്. വീട്ടിൽ പാൽ കാച്ചിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിളക്കൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ, പൂക്കളം ഇടാനും. അവൾ കുളിക്കാൻ പോയപ്പോൾ അമ്മ മുറ്റമടിക്കാൻ പുറത്തേക്കിറങ്ങി. കുളി കഴിഞ്ഞ് വന്ന് പിന്നെയും പണിത്തിരക്കിലേക്ക് അമ്മ സഹായിക്കാനുള്ളത് കൊണ്ട് ഒരു ആശ്വാസമാണ്. പാൽ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് വലിയ കപ്പിൽ ബ്രൂ കാപ്പി പൊടിയിട്ട് അതിലേക്ക് തിളച്ച പാൽ ഒഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ ജീവൻ അവിടേക്ക് വന്നു. എല്ലാം ശരിയായോ? അവൻ തിരക്കി. ആകുന്നു. അവൾ കട്ടൻ ചായ അവന് പകർന്നു നൽകി. ഞാൻ പായസത്തിനുള്ള പാൽ വാങ്ങി വരാം. അവൻ ചായയുമായി അവിടെ കിടന്ന കസേരയിലിരുന്നു. ഇന്നെന്താ ജീവേട്ടൻ്റെ പ്ലാൻ? ഇന്നലത്തെ പോലെ തന്നെയാണോ? അവൾ തിരക്കി. ഇല്ലടി, ഇന്നൊന്നുമില്ല. അവൻ ചിരിച്ചു കാട്ടി. ഇതൊരു അപേക്ഷയാണ്. ചേച്ചിയൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ നാണം കെടുത്തരുത്. അവൾ അപേക്ഷയോടെ അവനെ നോക്കി. ഇത് വലിയ പാടായല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒന്നുമില്ല, ഈർഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഗായത്രി അവൻ പോയ വയ്യെ നോക്കി നിസ്സഹായതയോടെ ഒന്ന് ചിരിച്ചു. രാവിലത്തെ ചായക്കുള്ളത് എല്ലാം ആയപ്പോഴേക്കും ജീവൻ പാലും മറ്റുമായി വന്നു. ഒരുമിച്ചിരുന്ന് തന്നെ അവർ ഫുഡ് കഴിച്ചു. അതിനുശേഷം അമ്മയാണ് സാമ്പാറും അവിയലും ഉണ്ടാക്കിയത്. മീൻകറി ഇന്നലെയെ അവൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊന്ന് ചൂടാക്കി. പിന്നെ ചിക്കനും മീനും പൊരിക്കാൻ തുടങ്ങി. അടുത്ത വീട്ടിലെ കുട്ടി വന്ന് മോനെ എടുത്തുകൊണ്ടുപോയി. അവനെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മ അടുപ്പിൽ ഉരുളി വെച്ച് പായസം ശരിയാക്കാനിരുന്നു. ഓരോന്ന് ചെയ്തും കൊണ്ടിരിക്കെ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഗായത്രിയുടെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി തുടങ്ങി. ഇരിക്കുവാനും നിൽക്കുവാനും പറ്റുന്നില്ല. ഇനി വരുമ്പോഴുള്ള ജീവൻ്റെ കോലം അവൾക്ക് ഊഹിക്കാമായിരുന്നു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. എന്തിനാ ദൈവമേ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത്? ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിക്കാൻ വയ്യ എനിക്ക്. അവൾ മനസ്സിൽ ആർത്തു കരഞ്ഞുകൊണ്ടിരുന്നു. ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ ഫോണെടുത്ത് ജീവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ അകത്തെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരുന്നത് പോലെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി എല്ലാം എടുത്തു വെച്ചപ്പോഴാണ് പിന്നെ അവൻ തിരികെ വരുന്നത്. ഗായത്രി ഒന്നും ചോദിച്ചില്ല. എന്ത് കാര്യം?
സംസാരം കേട്ടാൽ അറിയാം ഉള്ളിൽ ചെന്നിരുന്ന് നിൽക്കുന്ന വിഷത്തിൻ്റെ വീര്യം. അധികം സംസാരിക്കാത്തയാൾ എന്തൊക്കെയോ ചളിപ്പ് പറഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ ചിരിക്കുന്നു. കാതുകൾ കൊട്ടിയടച്ച് സദ്യ വിളമ്പി. കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് അവനെ കാസവുമുണ്ടും ഉടുപ്പിച്ച് സദ്യക്കിരുത്തി. ഓണസദ്യ കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ്റെ പെങ്ങളും ഭർത്താവും മക്കളും എത്തി. ജീവൻ്റെ സംസാരവും പെരുമാറ്റവും ആകെ നാണം കെട്ട് അവരുടെ മുന്നിൽ ഗായത്രി നിന്നു. അയാളുടെ സ്വഭാവം അവർക്കും നന്നായി അറിയാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ ഉറങ്ങാനായി മുറിയിൽ കയറി. അപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. പിന്നെ ഗായത്രി സന്തോഷത്തോടെ തന്നെ അവരോട് സംസാരിച്ചിരുന്നു. വിശേഷങ്ങൾ പറയുകയും ചോദിച്ചറിയുകയും ചെയ്തു. സാധാരണ അവിട്ടത്തിൻ്റെ അന്നാണ് അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. സന്ധ്യയോടെ എഴുന്നേറ്റ ജീവൻ വീണ്ടും ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. അയാൾ തിരിച്ചു വരും മുൻപ് എല്ലാവരും ഉറങ്ങിയിരുന്നെങ്കിലെന്ന് ഗായത്രി ആശിച്ചുപോയി. പക്ഷേ വീണ്ടും മാനം കെടാൻ തന്നെയായിരുന്നു അവരുടെ വിധി. ആടുന്ന കാലുകളുമായി അവൻ തിരികെ എത്തി. എന്തൊക്കെയോ വാരിത്തുന്ന് പോയി കിടന്നു. ജീവൻ്റെ പെങ്ങളും ഭർത്താവും സഹതാപത്തോടെ അവളെ നോക്കി. ഗായത്രി വിളറിയ ഒരു ചിരി ചിരിച്ചു. ഉറങ്ങാൻ ചെന്നപ്പോൾ തന്നെ പ്രാപിക്കാൻ ഒരുങ്ങിയ ആ മനുഷ്യനെ വെറുപ്പോടെ അവൾ തള്ളി നീക്കി. വേശ്യ, അവൾക്കിപ്പോൾ എന്നെ പറ്റില്ല. അയാൾ പിറുപിറുത്തും കൊണ്ടേയിരുന്നു. ഗായത്രി വെറുപ്പോടെ അയാളെ നോക്കി. കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കസേരയിലിരുന്ന് നേരം വെളുപ്പിച്ചു. അവിട്ടത്തിൻ്റെ അന്ന് ഉച്ചയൂണും കഴിഞ്ഞ് പെങ്ങളും ഫാമിലിയും യാത്ര പറഞ്ഞു പോയി. ഗായത്രി മുഖവും കൈയും കാലും കഴുകി വന്നു. ആ പഴയ ചുരിദാർ എടുത്തിട്ടു. പിന്നെയുള്ള 2 ടോപ്പുമായി അവൾ ഹാളിൽ സെറ്റിയിലിരിക്കുന്ന ജീവൻ്റെ അടുത്തെത്തി. അത് അയാൾക്ക് മുന്നിൽ വെച്ചു. ഇത് എനിക്ക് ആകെയുള്ള ഡ്രസ്സാണ്. ഇത് എനിക്ക് അവശേഷിക്കുന്ന പൊന്നും. അവൾ ആ ഡ്രസ്സും മൂക്കിലെ കുഞ്ഞു മൂക്കുത്തിയും ചൂണ്ടിക്കാട്ടി ശേഷം തുടർന്നു. ഇത് ഞാൻ നിങ്ങളെ കാട്ടിയത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞു തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ. അതിലെനിക്ക് തെല്ലും സങ്കടമില്ലതാണ്. അവൾ തുടങ്ങിയല്ലോ. ജീവൻ നെറ്റി ചുളിച്ചു. അതെ, തുടങ്ങി. ഒന്ന് എനിക്ക് പറയാനുണ്ട്. എന്നെ എൻ്റെ വീട്ടുകാർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും വരെ ഞാൻ വേശ്യയോ വേച്ചവളോ അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കാൻ നിങ്ങൾ എന്നെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ കുടുംബം പോറ്റുന്നത്? പതറാതെ അവൻ്റെ കണ്ണുകളിൽ നോക്കി അവൾ തിരക്കി. ഗായു, അവൻ അവളെ അനുനയിപ്പിക്കാൻ നോക്കി. വേണ്ട, നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മോനെ വെള്ളത്തോർത്തിൽ എടുത്തെടുക്കണം എന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. നിങ്ങളായിട്ട് ആ കുഞ്ഞിന് പെറ്റ തള്ളയെ ഇല്ലാതാക്കരുത്. അതിനിപ്പോൾ ഞാൻ എന്തു ചെയ്തു ഗായു? മദ്യപിക്കുകയായിരുന്ന നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം അത് നിർത്തി. ഇപ്പോൾ അതിനിരട്ടി കുടിക്കുന്നു. ചതിയല്ലേ നിങ്ങൾ ചെയ്തത്? എനിക്ക് വയ്യ. എന്നെക്കൊണ്ട് ആവും വിധം എല്ലാം നിങ്ങളെ തിരുത്താൻ നോക്കി. ഇനി വയ്യ. മോളെ, അവൻ കുടിച്ചിട്ട് ബോധമില്ലാതെ പറഞ്ഞതല്ലേ. അമ്മ വേറെന്തു പറയാൻ? ഇല്ലമ്മേ, എനിക്കങ്ങനെ തോന്നുന്നില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ മദ്യം ചെല്ലുമ്പോൾ അറിയാതെ പുറത്തു വരുന്നതാണ്. എനിക്ക് വയ്യ ഇനിയും ഇങ്ങനെ നാണം കെട്ടി ജീവിക്കാൻ, അവൾ തീർത്തും പറഞ്ഞു. ഇന്നലെ ചേച്ചി ഒരുപാട് സന്തോഷത്തിലാകും നല്ലൊരു ദിവസമായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങാതിരുന്നത്, അവൾ ജീവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ കുടിക്കില്ല ഗായു. ഒരു വട്ടമല്ല, പല വട്ടം നിങ്ങളിത് ആവർത്തിച്ചു കഴിഞ്ഞു. ഇനി വയ്യ. അപ്പോഴേക്കും പുറത്തൊരു ബൈക്ക് വന്നു നിന്നു. അവൾ ഭർത്താവിനെയും അമ്മയെയും മാറി മാറി നോക്കി. പിന്നെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി റൂമിൽ നിന്നും ഒരു ബാഗ് കയ്യിലെടുത്തു. ഗായു, മുറ്റത്തുനിന്ന് തൻ്റെ അനിയൻ്റെ വിളി അവൾ കേട്ടു. ഇന്നലെ രാത്രി തന്നെ വിളിച്ച് അവൾ അവനോട് വരാൻ പറഞ്ഞിരുന്നു. മോളെ, അമ്മ വിളിച്ചു. എന്നെ തടയരുത്. അങ്ങനെ വന്നാൽ അമ്മ ഇല്ലാതാകുന്ന ഈ കുഞ്ഞിന് അമ്മ നോക്കേണ്ടി വരും. 5 വർഷം ദൈവത്തോട് കൊഞ്ചി കിട്ടിയതാണ് ഇവന്. എനിക്ക് അവനെ നന്നായി വളർത്തിയേ പറ്റൂ. നിങ്ങൾ എൻ്റെ കഴുത്തിൽ ചാർത്തിയ ഈ താലി, അത് ഞാൻ ചെപ്പിലാക്കി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. ഇത് പിടിച്ചോളൂ. കയ്യിലെ ചെറിയൊരു ചെപ്പ് അവൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് അവൾ ആ പടിയിറങ്ങി. മറ്റെന്തിനേക്കാളും വലുതാണ് അഭിമാനം. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം, അത് മരണത്തേക്കാൾ ഭയാനകമാണ്. ഇനി അതിന് ഞാൻ തയ്യാറല്ല. മാനാഭിമാനം പണയപ്പെടുത്തി താലിക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വയ്യ, ഗായത്രി മനസ്സിൽ ഉറപ്പിച്ചു. അവിടെ നിന്നും വീട് വിട്ടിറങ്ങി.